ഒരന്തം കെട്ട വെല്ലുവിളി. ഞാൻ അന്തം കെട്ടാന്ന് പ്രയോഗിക്കണത് അദ്ദേഹത്തിൻ്റെ ആ വയസ്സിനെയും അറിവിനെയും ഒന്നും ആദരിക്കാതല്ല, അത് അന്തം കെട്ട വെല്ലുവിളി ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കേട്ടോളി. വിശുദ്ധ ഖുർആൻ എടുക്കുക. വിശുദ്ധ ഖുർആൻ എടുത്ത് സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്തെടുക്കുക. അതൊന്ന് ഓതി നോക്കുക. അതിലുള്ളത് ജിന്നിനോടുള്ള സഹായവേട്ടമാണ്. ജിന്നിനോടാണ് കാവൽ തേടുന്നത്. അത് ശിർക്കാണ് എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു മുഫസ്സിർ ഉണ്ടെങ്കിൽ ആ ജിന്നിനോടുള്ള സഹായവേട്ടം അത് ശിർക്കല്ല. ജിന്നിനോട് നടത്തിയ ഇസ്തിആനത്ത്, ജിന്നിനോട് നടത്തിയ ഇസ്തിആദത്ത്, ജിന്നെ രക്ഷിക്കണേ എന്നീ ആളുകൾ പറഞ്ഞത്, ജിന്നെ കാക്കണേ എന്നിവർ പറഞ്ഞത് അവിടെയുള്ള ജിന്നുകളോടാണ്, ഹാജറുള്ള ജിന്നുകളോടാണ്, കേട്ട ജിന്നുകളോടാണ്. അതുകൊണ്ട് തന്നെ അത് വസീലത്തു ശിർക്കാണ്, അത് ഹറാമാണ് എന്ന് ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് തെളിയിച്ചാൽ എന്നോട് നേരിട്ട് പറയൊന്നും വേണ്ട. തെളിയിച്ചാൽ എന്താ തെളിയിക്കേണ്ടത്? സൂറത്തു ജിന്നിലെ 6-ാമത്തെ ആയത്ത് അത് ശിർക്കല്ല, വസീലത്ത് ശിർക്കാണ്, ഹറാമാണ് എന്ന് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞത് തെളിയിച്ചാൽ പൊന്നാര സെക്രട്ടറി അതെങ്ങനെ ഉണ്ടാകുക? ഞങ്ങൾ ആരെങ്കിലും ആ ആയത്ത് ഓതിയിട്ട് ഈ ആയത്ത് പ്രകാരം വസീലത്തു ശിർക്കാണ്, ശിർക്കല്ല എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ലോകത്താരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾക്കില്ലാത്തൊരു വാദം, നമുക്കില്ലാത്തൊരു വാദം മൂപ്പരുണ്ടാക്കുക, എന്നിട്ട് ആ വാദത്തിക്ക് മൂപ്പര് തെളിവ് കണ്ടെത്തുക, എന്നിട്ട് മൂപ്പര് പറയണേ നമ്മൾ കാണിച്ചു കൊടുക്കുക. നല്ല രസമുള്ള പരിപാടിയാണ്. ഇതാ പറ അന്തം കെട്ട വെല്ലുവിളി. ഒരിക്കലും ഇല്ല എന്ന് ഉറപ്പുള്ള, നമ്മളെല്ലാവരും ഒരുമിച്ച് അംഗീകരിക്കുന്ന ഷിർക്കാണ്, 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 ഈ നിലക്കുള്ള കാര്യം ഷിർക്കാണ്, ഷിർക്കാണ്, ഷിർക്കാണ് എന്ന് അംഗീകരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? വസീലത്ത് ശിർക്ക് കാണിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ അന്തം കെട്ട ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇനി മൂപ്പര് പറയണ കാര്യം കേൾക്കുക. ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് തെളിയിച്ചാൽ എന്നോട് നേരിട്ട് പറയൊന്നും വേണ്ട. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നടത്തുന്ന പ്രൂഫ് പോയിന്റ് ഉണ്ടല്ലോ, അടുത്ത ആഴ്ച ഉണ്ടല്ലോ പ്രൂഫ് പോയിന്റ്, അതിൽ ആ തഫ്സീർ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് ഇതാ ജിന്നിനോടുള്ള ഈ സഹായാർത്ഥന വസീലത്ത് ശിർക്കാണ് എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരാണികനായ ഇന്ന മുഫസ്സിർ പറഞ്ഞത് എന്ന് തെളിയിച്ചാൽ ഞാൻ പറയുന്നു, കേരളത്തിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പിറ്റേ ദിവസം അതിന്റെ 1-ാമത്തെ പേജിൽ വിസ്ഡം വാദിക ജിന്നുവാദികൾക്കെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഞാൻ നടത്തിയ പരാമർശങ്ങൾക്ക് പരസ്യമായി മാപ്പ് ചോദിക്കുന്നുവെന്നും ഇനി മുതൽ ഇതുപോലെ പൊതുവേദികളിൽ ഞാൻ പ്രത്യക്ഷപ്പെടില്ല എന്നും പരസ്യം നൽകാൻ ഞാൻ തയ്യാറാണ്. ധൈര്യമുണ്ടോ? മതി മതി മതി, നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. ഏതായാലും ഞങ്ങൾ തെളിയിച്ചു അങ്ങനല്ല. കാരണം എന്താ? അത് ആ വിഷയമല്ല, അത് ശിർക്കായ വിഷയമാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ പൊതുരംഗത്തെ കാര്യം അവസാനിപ്പിക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് നേരെയുള്ള ഈ കളവാരോപണം, ഈ നുണ പറച്ചിൽ, ഈ ശിർക്ക് ആരോപണം അതൊക്കെ നിർത്തി നിങ്ങളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാം. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നന്ദിയിലൊരു വെല്ലുവിളി നടത്തിയാലോ, നേരത്തെ കാണിച്ചല്ലോ, ആ ചാവ് നിങ്ങൾ കൊടുക്കോ ഇല്ലേ അത് തീരുമാനാക്കി. അതിൻ്റെ കൂട്ടത്തിൽ വേണം. വെല്ലുവിളിച്ചിങ്ങനെ പോയാൽ പോരാ, വെടിയച്ചെങ്ങനെ പോകുക അതുപോരാ. ആ താക്കോല് കൊടുക്കൽ തീരുമാനാക്കി ആദ്യം. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ കൊടുത്തോളി, നിങ്ങൾക്ക് ഒരു സമാധാനത്തിന് കൊടുത്തോളി. ഞാൻ ഇനി വിസ്ഡത്തെ പറ്റി ഇങ്ങനെ കുഫറും ശിർക്കും ഒന്നും പറയില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി ഇങ്ങനെ പോവുകയാണ്, നിങ്ങൾക്ക് സമാധാനം കിട്ടും, അത്രേ പറയാനുള്ളൂ. അല്ലാതെ ഞങ്ങളെ തരിപ്പിക്കാനും സുഖിപ്പിക്കാനൊന്നും ഈ തട്ടിപ്പോണ്ട് നിങ്ങൾ നോക്കണ്ട. ഇവരുടെ പിന്നാലെ നടക്കുന്ന സാധാരണ രക്ഷിതാക്കളെ, യുവാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ ആലോചിച്ചോളിയും. ഇവർ നിങ്ങളെ കൊണ്ടുപോയി ചാടിക്കുന്നത് നിങ്ങൾക്ക് അറ്റം കിട്ടാത്ത അത്രയും വലിയ അപകടത്തിലാണ്. മനസ്സിലായോ? പിടുത്തം വിട്ട പിന്നെ എങ്ങനെയൊക്കെ ഓരോ വെല്ലുവിളി ഉണ്ടാവും. ഒരർത്ഥമില്ലാത്ത വെല്ലുവിളിയാണ്. അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കരുത്. ശരി, ഇനി ഈ വിഷയത്തിൻ്റെ മർമ്മം നമുക്കറിയാലോ. ഇത് കാര്യകാരണ ബന്ധം, സാധാരണം അസാധാരണം, ഭൗതികം അഭൗതികം, സൃഷ്ടികളുടെ കഴിവ്, സൃഷ്ടാവിൻ്റെ കഴിവ്, ഇതെല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഇവർക്ക് വല്ലാത്ത ഒരു തലവേദന. കാരണം ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ എന്ന് പറഞ്ഞതോടുകൂടി എന്തായി? മർക്കസ് ദവാ വിഭാഗത്തിൻ്റെ ആ ആശയത്തിലേക്ക് സീരിട്ടവർ കയറി. അപ്പോൾ പല നിലക്ക് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. ഇവിടെ കൊപ്പത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്ന അനസ് മൗലവി ഉരുണ്ട് മറിഞ്ഞ് പറയുന്നൊരു കാര്യം കേൾക്കും.
ആ പുതിയ പൈശാചിക പദ്ധതിയുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായി കൊണ്ടുവന്നതാണ് അവന്റെ സ്വന്തം പടയാളികൾ തന്നെ. കാരണം ജിന്ന് എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഇബ്ലീസ് എന്ന പിശാചടക്കം. അപ്പൊ സ്വന്തം സൈന്യത്തെ ഇറക്കിക്കൊണ്ട് പുതിയ ഒരു തത്വസംഹിത ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഹയ്യും ഹാദുറും ഖാദിറും. കേട്ടില്ലേ? പുതിയ ഒരു തത്വസംഹിത ഉണ്ടാക്കി. ആര്? ഇബ്ലീസിന്റെ സൈന്യം. നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. ഹയ്യും ഹാദിറും ഖാദിറും. അനസ് മൗലവി, നിങ്ങൾ കൃത്യമായി അഖീദയുടെ കിതാബുകൾ പരതുന്ന, അത് പഠിക്കുന്ന, അത് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എത്ര പണ്ഡിതന്മാർക്ക് നേരെ ഈ ആരോപണം നിങ്ങൾ ഉന്നയിക്കും? പറയണം. നിങ്ങൾ ഒന്നും രണ്ടും പണ്ഡിതന്മാർക്ക് നേരെയാണോ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉത്തമരും ഉന്നതരുമായിട്ടുള്ള നിരവധി പണ്ഡിതന്മാരെ പിശാചിന്റെയും ശൈത്വാനിന്റെയും ഇബ്ലീസിന്റെയും കൂട്ടാളികളെ കൂട്ടത്തിലേക്ക് ചേർത്തിട്ടല്ലാതെ നിങ്ങൾക്ക് ഈ ദുഷിച്ച വർത്തമാനം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇല്ല. കേരളത്തിൽ മാത്രമാണോ ഹയ്യും ഹാദിറും ഖാദിറും ഉള്ളത്? പറയണം. നിങ്ങൾ ഇഹ്യാഉ തുറാസയുടെ ഫത്വക്ക് നേരെ, ലജ്നത്ത് ദായിമക്ക് നേരെ പറയുമോ? നിങ്ങൾ ഇവിടെ കാര്യകാരണ ബന്ധവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്നിട്ടുള്ള എല്ലാവരെയും എടുക്കുക. അസ്ബാബുകൾ ആദിയായത് തഫ്സീറുകളിലില്ലേ? നിസാരല്ലതൊന്നും, ചെറുതായി കാണേണ്ടതല്ല, ഞങ്ങൾ ആരുണ്ടാക്കിയതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനോട് മനസ്സില്ലെങ്കിൽ മനസ്സില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വഴിയിലേക്ക് പോവുക. നുവല്ലിഹിമാ തവല്ല, തിരിഞ്ഞിടത്തേക്ക് അല്ലാഹു തിരിച്ചുവിടും. അതാണ് നിങ്ങൾക്കൊരു വിറയലൊക്കെ, ഒരു വല്ലാത്ത വിഭ്രാന്തിയും ഒരു വെപ്രാളവുമൊക്കെ. നിങ്ങൾക്ക് കരുതിയ പോലെ കാര്യങ്ങൾ സമർത്ഥിക്കാനും അത് പ്രതിഫലിപ്പിക്കാനും കഴിയുന്നില്ല. കാരണം നിങ്ങൾ ശിർക്കും കുഫറും രിദ്ദത്തുമൊക്കെ ആരോപിക്കുന്നത് ചില്ലറക്കാർക്ക് നേരെയല്ല, എത്ര കിതാബുകൾ വായിച്ചു പഠിച്ചവർക്ക് നേരെയാണ്. എന്നിട്ട് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. തൊലിക്കട്ടി അപാരാണ്, സമ്മതിക്കണം. മനസ്സിലായല്ലോ? അത് തോൽപ്പിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയാ. ശരി, ഇനി കേൾക്കും അടുത്ത വർത്താനം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണ ബന്ധത്തിന് അതീതമായ ബിന്നിസ്ബത്തി ഇലൽ ഇൻസാൻ, മനുഷ്യരിലേക്ക് ചേർത്ത് പറയുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലായി. മനുഷ്യന്മാരോടാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഈ സംസാരവും പ്രസംഗവും ജിന്നുകൾ കൂടിയാണ് എന്ന രൂപത്തിലല്ലോ നമ്മൾ പറയുന്നത്. മനുഷ്യരോട് സംസാരിക്കുമ്പോൾ മനുഷ്യബന്ധിതമായ കാര്യകാരണ ബന്ധം, മനുഷ്യബന്ധിതമായ അഭൗതികം, മനുഷ്യബന്ധിതമായ അദൃശ്യം, ഇതാണ് വേർതിരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ് പോകുന്നത്. ഇപ്പോൾ അത് ഔസായി, വ്യാപകാർത്ഥത്തിലായി. കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനും കാര്യകാരണ ബന്ധമുണ്ട്. കാര്യകാരണ ബന്ധം ഇല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ? അള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ ജിന്ന് അതിനോട് സഹായം തേടിയാൽ അത് ശിർക്കാകണമെങ്കിൽ കാര്യകാരണ ബന്ധത്തിന് അതീതമാകണം എന്ന് പറഞ്ഞാൽ ജിന്ന് അള്ളയാണെന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ അള്ളാനെ പോലെയാണ് ജിന്ന് എന്ന് വിചാരിച്ച് സഹായം തേടണം. ഒന്ന് ആലോചിച്ച് നോക്കാണ്. എത്ര വാചാലമായി പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അങ്ങാടികളിലൂടെ പറഞ്ഞ ഒരു നാവായിരുന്നു ഇത്. എന്ത് പറ്റി? ഈ നിലക്കൊക്കെ ഒരു ദുർഗതി, ഒരു ദുർബലത എന്തുകൊണ്ട് സംഭവിച്ചു? ആദർശം ദുന്യാവിന് വേണ്ടി വിറ്റു, ആദർശം പ്രമാണിമാരുടെ കാഴ്ചവട്ടിൽ കാഴ്ചവെച്ചു. അതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഇത് ഔസാണത്രേ, അല്ലേ? ഔസാക്കീൻ. എന്താ ഔസ? ഏറ്റവും വിശാലാക്കി മാറ്റീൻ. ആരാ ഇത് പഠിപ്പിച്ചത്? അനസ് മൗലവി നിങ്ങളാണോ? സെക്രട്ടറിയാണോ? അബ്ദുറഹ്മാൻ സലഫിയാണോ? അല്ല. 1 നൂറ്റാണ്ട് പഴക്കമുണ്ട് കേരളത്തിൽ. നിങ്ങൾക്കത് വേണ്ടുമെങ്കിൽ ആ ആദർശ വസ്ത്രം ഊരി വെച്ചോളൂ, പ്രശ്നമില്ല. ഞങ്ങൾ ധരിച്ചത് ആദർശ വസ്ത്രമാണ്. ഞങ്ങളുടെ പരിച പ്രമാണത്തിന്റെ ബലമാണ്. ഞങ്ങൾ അഴിച്ചു വെക്കൂല. നിങ്ങൾ ആരെയാ തള്ളിയത്? ആർക്ക് നേരെയാണ് ഈ വളിഞ്ഞ വർത്തമാനം നിങ്ങൾ പറഞ്ഞത്? KM മൗലവി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഈ കാര്യം വന്നിട്ടില്ലേ? പറയണം. നിങ്ങൾ തെറ്റുപറ്റിയോ? ആർക്ക് മറുപടി കൊടുക്കാൻ? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക്, സകല പുരോഹിതന്മാർക്കും മറുപടി കൊടുക്കാൻ വേണ്ടി ഉൾക്കാഴ്ചയോടുകൂടി പ്രമാണങ്ങളെ പിൻബലത്തിൽ നടത്തിയ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് വേണ്ട. ഇതിന്റെ അർത്ഥം എന്തറിയോ?
മുജാഹിദാകാൻ സൗകര്യമല്ല, മുജാഹിദ് പാരമ്പര്യം വേണ്ട, നന്നായി. അതന്നെ MCC മൗലൈമാർ, തള്ളുമോ നിങ്ങൾ? അലി മൗലവി റഹിമഹുല്ല, അമാനി മൗലവി റഹിമഹുല്ല, ഉമർ മൗലവി റഹിമഹുല്ല, പറയൂ നിങ്ങൾ. മനുഷ്യർ മാത്രമായ കാര്യകാരണ ബന്ധങ്ങളെ ഔസാക്കിയിട്ട് സൃഷ്ടികളിലേക്ക്, ജിന്നുകളിലേക്ക്, മലക്കുകളിലേക്ക് പേച്ചത് നിങ്ങൾക്കാണ്. എന്തറിയോ? ജിന്ന് അഭൗതികം. ആരെ കണ്ടെത്തൽ? സലാം സുല്ലമിയുടെ കണ്ടെത്തൽ. അവിടേക്ക് പോയി സലാം സുല്ലമി വിഭാഗം, മർക്കസുദ്ദഅവ സമസ്തയുടെ തോളിൽ കൈയിട്ട് സ്വീകരിച്ച വിഭാഗം, ആ വാദം 2010 നിങ്ങളും ഏറ്റെടുത്തു. എന്നിട്ട് നിങ്ങൾക്കിപ്പോ അത് അല്ലെ തിരിയണില്ല. പിന്നെന്താ പറയണത്? അല്ല മാത്രമേ ഉള്ളൂ, കാര്യകാരണ ബന്ധമൊന്നുമില്ലാതെ. അതന്നെ അനസ് മൗലവി ഇസ്ലാമിന്റെ വിശ്വാസം. അത് നിങ്ങൾക്ക് തിരിയാത്തിന് എന്താ ഞങ്ങൾ ചെയ്യുന്നത്? അള്ളാഹുവിന് ഇടപെടാൻ, ആ ഇടപെടുന്ന പോലെ ഒരു സൃഷ്ടിക്കും ഇടപെടാൻ കഴിയില്ല. ഏതൊരു സൃഷ്ടിയുടെ ഇടപെടലും ആ സൃഷ്ടിയുടെ പ്രകൃതം അനുസരിച്ചു കൊണ്ടുള്ള ബന്ധങ്ങൾ നിമിത്തമാണ്. ഇത് വായിച്ചു പഠിക്കണം, മുറിവരികൾ കൊണ്ട് കാര്യമല്ല. അതാ നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. ആരൊക്കെയോ പറഞ്ഞപ്പോ നിങ്ങൾ വേഗം അവിടേക്ക് വണ്ടി കയറി, അതാണ് പ്രശ്നം.